ആക്ച്വലി ഗൈനക്കോളജിസ്റ്റ് തന്നെ എഗ്രി ചെയ്യാം. അവരെടുത്ത് ചെല്ലുന്ന 100 ഡെലിവറീസ് ഉണ്ടെങ്കിൽ 80% നോർമൽ, ലോ റിസ്ക്, അൺകോംപ്ലിക്കേറ്റഡ് സാധനങ്ങളാണ്. കേരളത്തിൽ ഓണം വെക്കേഷൻ ഏറ്റവും കൂടുതൽ ബർത്ത് കുറവും, അതിന് മുന്നേ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുവാണെങ്കിൽ ബർത്ത് കൂടുതലാണ്. ഡോക്ടേഴ്സ് വെക്കേഷൻ പോകുന്നുണ്ട്. ഡോക്ടേഴ്സ് മാത്രമല്ല, നമ്മളെ നഴ്സിംഗ് സ്റ്റാഫ്സ് ആവാം. ഹോസ്പിറ്റലിൽ ടോട്ടലി സ്റ്റാഫ് ഷോർട്ടേജ് വരും. കുട്ടി കാരണം എൻ്റെ കരിയറിന് പ്രശ്നം ഉണ്ടാവും, എനിക്ക് ഗ്രോത്ത് ഉണ്ടാവില്ല, എനിക്ക് ഇൻകം ഉണ്ടാവില്ല എന്നൊരു തോട്ടും വെച്ച് ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നതിൽ ബെറ്റർ നിങ്ങൾ കരിയർ ഫോക്കസ് ചെയ്ത് കരിയറിൽ ഡെവലപ്മെന്റ് വന്നതിന് ശേഷം ബേബിക്ക്. കാരണം നമ്മുടെ ഫാർമസിയിൽ എക്സ്പയറി ലിസ്റ്റ് എടുക്കും, എന്നിട്ട് ആ ലിസ്റ്റിലുള്ള മരുന്ന് ഡോക്ടർമാർ എഴുതണം. ഫാർമസിക്ക് നൽകി നഷ്ടമാണ്, എടുത്ത് വെച്ചിരിക്കുന്ന മരുന്നാണ്, എക്സ്പയറി ഡേറ്റ് ആവും, പിന്നെ അത്രയും പൈസ പോകും. ഈ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും സ്ത്രീകൾ പ്രസവിക്കുന്നുണ്ട്. അവിടെയൊന്നും ആയുർവേദം ഇല്ലാതെയും താല്പര്യം ഇല്ലാത്തവരുടെ ക്ലെയിം ഇതാണ്. ഈ കുട്ടി വരുന്നത് ഇവരുടെ ആരെങ്കിലും അല്ലെങ്കിൽ അവരുടെ ഒരു ജനറ്റിക് ആയിട്ടൊരു രീതി ഉണ്ടല്ലോ, ഇതിലായിരിക്കില്ല ഇതൊക്കെ. എന്നാൽ ജനിച്ചു വരുമ്പോൾ ആദ്യം ചിലപ്പോൾ ചിലരൊക്കെ തൊട്ട് കൊടുക്കുന്ന ഹണിയാണ്. ഗോൾഡ് ഇസ് എ മെറ്റൽ. നമ്മളാണെങ്കിൽ കഴിക്കും അത്. ഈ പ്രസവ സമയത്ത് ഭർത്താവിനെ കൂടെ കയറ്റുന്ന ഒരു സംഭവം, അത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്? വെരി ഇമ്പോർട്ടന്റ്. പ്രസവ സമയമാകുമ്പോൾ ആൾക്കാർ ചോദിക്കും ട്രിപ്പ് ഇട്ടോ എന്നുള്ള സാധനം, അത് ഈ പിട്ടോസിനാണ്. ദിസ് ക്രിയേറ്റ്സ് വയലന്റ് കോൺട്രാക്ഷൻസ് ആണ്. 25 വയസ്സിൽ എഗ് ഫ്രീസ് ചെയ്ത് വെച്ചിട്ട് എനിക്ക് 50 വയസ്സിൽ ഗർഭം ധരിക്കണം എന്ന് പറഞ്ഞാൽ നടക്കണ കാര്യമല്ല. ഇതൊരു പേഴ്സണൽ എക്സ്പീരിയൻസും കൂടെ ഉണ്ടാവുമല്ലോ ഇതിന്റെ അകത്ത്. ഹാപ്പിനെസ്സോട് കൂടി ഓർക്കാൻ പറ്റുന്ന ഒരു ദിവസമായിരുന്നു ബർത്ത് ഓഫ് ദ ബേബി. അപ്പൊ ഇത് പറയുമ്പോൾ ആൾക്കാർ പ്രസവത്തെ കുറിച്ച് ഇങ്ങനെ ആൾക്കാർ പറയുമോ?